ഞാൻ പറയാൻ പോകുന്ന വളരെ പേഴ്സണലായ കാര്യമാണ്, പേഴ്സണലായ ആവശ്യം. ആനന്ദ്, നിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അത് തെളിച്ചു പറ. നിന്റെ മുത്തശ്ശന്റെ പിറന്നാളായ എന്ന് നീ എന്തു ചോദിച്ചാലും ഞാനത് നടത്തിത്തരും. എന്തും ധൈര്യമായിട്ട് ചോദിക്കാം. ബ്രോ ചോദിക്കേ. ബ്രോ എന്താ ആവശ്യപ്പെടുന്നറിയാം. വല്ലാത്തൊരു എക്സൈറ്റ്മെന്റാ. ചോദിക്കും ബ്രോ. ആനന്ദ്, കൃത്യം ടൈമിങ്ങാ. ധൈര്യമായിട്ട് ചോദിക്കേ. ബ്രോ ബ്രോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടല്ലേ, ഞങ്ങൾക്ക് എന്തോ ത്രില്ലിംഗ് ഉണ്ടാക്കാൻ പോകുന്ന ഏതോ വിഷയമാണെന്നാ തോന്നുന്നത്. കമോൺ ബ്രോ, ചോദിക്കേ. അതെ, ആനന്ദ് പെട്ടെന്ന് ചോദിക്കേ. പെട്ടെന്ന് ചോദിക്കും ബ്രോ, അല്ലെങ്കിൽ ഇളയമ്മയ്ക്ക് ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വരും. പോടാ. ചോദിക്കാനന്തേ. ചോദിക്കാനന്തേ. ഞാൻ ഈ ആവശ്യപ്പെടാൻ പോകുന്നത് തെറ്റാണെങ്കിൽ അമ്മേനോട് ക്ഷമിക്കണം. അതാ എനിക്ക് അഡ്വാൻസ് ആയിട്ട് പറയാനുള്ളത്. ആഹാ, അപ്പൊ നീ കാര്യം പറയുന്നതിന് മുൻപേ ക്ഷമ ചോദിക്കണമെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യമാണല്ലോ അത്. ചോദിക്കുന്ന ചോദ്യം കൊണ്ടിനി നീ ഹാർട്ട് അറ്റാക്ക് വരുത്തോ ഞങ്ങൾക്ക്? വിലാസിനെ, മോനെ, നീ എന്നോട് ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അതെന്തായാലും ശരി, നിനക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ധൈര്യമായിട്ട്. ഞാൻ ആലോചിച്ചപ്പോ എന്റെ ബിസിനസ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു തിരിച്ചടി കിട്ടിയിരിക്കുക. ടെക്സ്റ്റൈൽ ടെൻഡറിൽ പ്രിയങ്കയുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഞാൻ കാരണം ഉണ്ടായ ആദ്യ പരാജയം. അതുകൊണ്ട് തന്നെ അതിന്റെ സകല ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD സ്ഥാനം ഞാൻ ഒഴിയുക. കമ്പനിയുടെ MD സ്ഥാനം ഒഴിയുന്നു പോലും. ഞാൻ കരുതി ഇവൻ കല്യാണിയെ കെട്ടണോന്ന് പറയാൻ പോവുമായിരിക്കും. ആനന്ദ്, എന്തൊക്കെയാ നീ പറയുന്നു? MD സ്ഥാനം ഒഴിയാനോ? അപ്പൊ നമ്മുടെ കമ്പനിയുടെ അവസ്ഥ എന്താവും? നിന്നെ വിശ്വസിച്ച് ജോലി ചെയ്യുന്ന 100 കണക്കിന് ജോലിക്കാരുണ്ട് അവിടെ. അവരോട് നീ എന്ത് പറയും? വേണ്ട ആനന്ദ്, നിന്റെ ആവശ്യം ശരിയായിട്ടുള്ളതല്ല. അതെ ബ്രോ, ഇതൊരിക്കലും ശരിയായ തീരുമാനമല്ല. 1-2 കമ്പനി അല്ലോട്ടോ നമുക്ക്. ബ്രോ അത് ഓർക്കണം ആദ്യം. ദേ, എന്നിട്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ പറയാവൂ. അഖിലേ, നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അല്ല കൃഷ്ണേട്ടാ, ആനന്ദ് MD സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ജോലി കൂടുതൽ കൊണ്ടല്ല, മറിച്ച് അവന്റെ മനസ്സിന് മുറിവേറ്റുവെന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ആനന്ദ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. ടെൽ മീ, നിനക്ക് എത്ര നാൾ അറസ്റ്റ് വേണ്ടത്? ഇന്നു മുതൽ. താങ്ക് യു വെരി മച്ച് അമ്മേ. ഒരു മാസത്തേക്ക് MD സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ആനന്ദ്, വേണ്ട. നീ ഒന്നുകൂടി നന്നായിട്ട് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. കോടിക്കണക്കിന് ടേൺ ഓവറുള്ള 15 കമ്പനികളാണ് നിന്റെ കീഴില്. ആനന്ദേ, നീ ഒരു കൈയൊപ്പിട്ടാ മതി, നിനക്ക് 1 മാസത്തേക്ക് മാറിയിരിക്കാൻ പറ്റും. പക്ഷേ നിന്റെ സ്ഥാനത്ത് മറ്റൊരാൾ വന്നാൽ 1 മാസം കൊണ്ട് കമ്പനിയുടെ ഗുഡ് വിൽ തന്നെ ഇല്ലാതായെന്ന് വരും. ആലോചിക്ക്. ഒന്നുകൂടെ നന്നായി ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. വേണ്ട കൃഷ്ണേട്ടാ, വേണ്ട. ഒന്നല്ല, ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടായിരിക്കും ആനന്ദ് ഈ തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ആനന്ദിന്റെ ഈ ആവശ്യം ഞാൻ അംഗീകരിക്കുക. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. ഒരേ ഒരു കണ്ടീഷൻ. നീ മാറി നിൽക്കുന്ന ഈ 30 ദിവസം കമ്പനിയുടെ MD ആരായിരിക്കണമെന്ന് നീ തന്നെ വേണം കണ്ടെത്തി പറയാൻ. അത് മാത്രമാണ് ഈ വിഷയത്തിൽ അമ്മയുടെ ഡിമാൻഡ്. നിന്റെ റെസ്പോൺസിബിലിറ്റി നീ നടത്തിയേ പറ്റൂ.
നൗ ജസ്റ്റ് ടെൽ മീ, ആരാ നീ മനസ്സിൽ കാണുന്ന നമ്മുടെ അടുത്ത മാനേജിംഗ് ഡയറക്ടർ? ദൈവമേ, ഇവന്റെ നോട്ടം കല്യാണിയിലാണല്ലോ. ഇനി ഇവളെ എങ്ങാനും കമ്പനിയുടെ എം ഡി ആക്കി വെക്കോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവൻ ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറവും ചെയ്യും. ബ്രാൻഡ് അംബാസിഡർ ആക്കി പിന്നെയാണോ ഒരു എം ഡി ആക്കാൻ പാട്? ദൈവമേ, അടുക്കളക്കാരി 15 കമ്പനിയുടെ എം ഡി ആകുന്നത് കാണേണ്ടി വരുമോ? എങ്കിൽ നോക്കിക്കോ, ഞാൻ ആ കമ്പനിയിൽ ചെന്ന് കെട്ടിത്തൂങ്ങി ചത്തിരിക്കും. അമ്മേ, എനിക്ക് പകരം ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 15 കമ്പനികൾക്കും എം ഡി ആയി ചുമതലയേൽക്കുന്നത് എന്റെ അനിയന തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണൻ. ബ്രോ ബ്രോ എന്തൊക്കെ പറയുന്നേ? ബ്രോയുടെ സ്ഥാനത്ത് ഞാനോ? ദേ, ഞാൻ എം ഡിയോ? കേട്ടാ തന്നെ ആൾക്കാർ ചിരിക്കും. എന്നെ കൊണ്ട് പറ്റില്ല. എം ഡി പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല. അതെ, ഞാൻ ഇവിടെ ശരിയാവില്ല. പെട്ടെന്ന് സ്കൂട്ടാണ്. ഒരു സ്കൂട്ടും ഇല്ല. നീ എന്റെ കൂടപ്പിറപ്പായതുകൊണ്ടല്ല നിന്നെ ഇത് ഏൽപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം കാക്കണം. നിനക്കതിന് പറ്റും. നാളെ മുതൽ നീ തന്നെയാണ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി. ബ്രോ, അമ്മേ, അച്ഛ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ബ്രോ എന്ന് പറഞ്ഞ് മനസ്സിലാക്ക് പ്ലീസ്. അച്ഛ, എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ അങ്ങനെ ചെയ്യാനാ? അച്ഛ, എനിക്ക് പറ്റില്ല പറ്റില്ല പറ്റില്ല. അമ്മേ, ദിസ് ഈസ് ഇംപോസിബിൾ. സോറി അരവിന്ദ്, നിന്നെ അനുഗ്രഹിച്ച് അയക്കാനുള്ള റൈറ്റ്സ് ഇപ്പൊ ഞങ്ങൾക്കുള്ളൂ. പോസ്റ്റിംഗ് ഓർഡർ തരുന്നത് എം ഡിയാ, ആനന്ദ് കൃഷ്ണൻ. ബ്രോ പ്ലീസ്, ബ്രോ എന്നെ ഒന്ന് ഒഴിവാക്ക് ബ്രോ പ്ലീസ്. എനിക്കൊന്നും അറിയില്ല ബ്രോ, അതുകൊണ്ടാ. ഒന്നും അറിയണ്ട, എല്ലാം ഞങ്ങൾ പഠിപ്പിച്ചുതരാം. നീ നാളെ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായ മതി. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. കൈതാണ്, കം ഓൺ. ബ്രോ, ഇത് വല്ലാത്തൊരു ചതിയ. ഒരു ചതിയല്ല, നന്നായിരിക്കും. ശബരി, വാ. ബെസ്റ്റ് വിഷസ് ബ്രോ. കല്യാണി, എനിക്കൊരു ചായ വേണം. ഇപ്പൊ കൊണ്ടുവരാം. അമ്മേ, ഓൾ ദി ബെസ്റ്റ് അരവിന്ദ്. ജസ്റ്റ് ക്യാരി ഓൺ. അച്ഛാ, അച്ഛനൊന്ന് പറച്ച പോണ്ടല്ല. അച്ഛാ, പറച്ച പറച്ച പോണ്ടല്ലേ. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഇനി നിന്റെ ഭരണമാണ്. യുവർ ഓൺ പ്ലേ. നീ കളിക്കുമ്പോ ഞങ്ങൾ കാണാനുണ്ടാവും ഗാലറി. ഓൾ ദ വെരി ബെസ്റ്റ്. പോയി പോയി, എല്ലാം പോയി. ദൈവമേ പ്ലീസ്. എന്തൊരു കഷ്ടം. എപ്പോഴാ മീറ്റിംഗ്?
മീറ്റിംഗ് 1 അവർ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഇൻകം ടാക്സ് ഡെപ്യൂട്ടി കമ്മീഷണർ ഒന്ന് കാണണം. പുതിയ ഓഫീസർമാർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കൃഷ്ണേട്ടൻ ഈ മീറ്റിംഗ് മാറ്റിവെക്കാൻ പറ്റില്ലേ? എനിക്കെന്തോ ഒരു മനസ്സുഖം തോന്നുന്നില്ല. കൃഷ്ണേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. എനിക്ക് തോന്നി നിന്റെ മനസ്സ് കലങ്ങി തെളിയാൻ കുറച്ച് സമയമെടുക്കും. മുഖത്ത് ചിരിയുണ്ടായിരുന്നെങ്കിലും നീ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതെ, നമ്മുടെ മോൻ ആനന്ദിനെത് എന്തു പറ്റി? ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം വേണമായിരുന്നു അവന്. എന്താ അവന്റെ ഉള്ളില്? അതിപ്പോഴാണോ ചോദിക്കുന്നത്? ഞാൻ അവനെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും നീ അവന്റെ തീരുമാനത്തെ എതിർത്തില്ല എന്ന് മാത്രമല്ല, അവന്റെ തീരുമാനത്തെ തികച്ചും സ്വീകരിച്ച നിലപാടാണ് നീ എടുത്തത്. നീ എതിർത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറുമായിരുന്നു. ഇല്ല കൃഷ്ണേട്ടാ, അവന്റെ തീരുമാനം വ്യക്തവും ശക്തവുമായിരുന്നു എന്ന് അവന്റെ പറച്ചിലിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കാര്യം പറയാൻ അവൻ വെൽ പ്ലാൻഡ് ആയിരുന്നു എന്ന്. അതുകൊണ്ടാ ഞാൻ എതിർക്കുമെന്ന് ഭയന്ന് എന്റെ അച്ഛന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ അവനിങ്ങനെ ആവശ്യപ്പെട്ടത്. ഇന്ന് എന്ത് ചോദിച്ചാലും ഞാൻ സമ്മതിക്കുമെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു. 100% ശരി. അവനൊരു ഒന്നാന്തരം ബിസിനസ്സുകാരനാണ്. അവസരങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ അവന് നന്നായിട്ട് അറിയാം. അത് ഈ കാര്യത്തിലും ചെയ്തു. അതാണ് സത്യം. പക്ഷെ എന്തിനവൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലെത്തി? അതിന്റെ ഉത്തരവായി എനിക്ക് ആവശ്യം. അത് കിട്ടാത്തതാ ഞാൻ ഇങ്ങനെ തളർന്നു പോകാൻ കാരണം ഉണ്ടാവും. ഇതുവരെ പഠിക്കുമ്പോഴോ ബിസിനസ്സിലോ ഒന്നും പരാജയം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. പഠിച്ചെടുത്തല്ല റാങ്കും ഗോൾഡ് മെഡലും. ഏത് ബിസിനസ്സിൽ ഇറങ്ങിയാലും കോടികളുടെ ലാഭം. ആദ്യമായി പരാജയം അറിഞ്ഞപ്പോൾ, അതും 25 കൊല്ലങ്ങളായി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൈവശം വച്ചിരുന്ന ടെക്സ്റ്റൈൽ ടെൻഡർ നഷ്ടപ്പെട്ട് 100-200 കോടി നഷ്ടം വന്നു എന്നറിഞ്ഞപ്പോൾ തളർന്നു പോയിട്ടുണ്ടാവും. മറ്റെന്തൊക്കെ മേന്മ പറഞ്ഞാലും പ്രായവും അനുഭവവും അവന് കുറവാണിപ്പോഴും. ഒരിക്കലുമല്ല. 200 കോടി നഷ്ടം വന്നാൽ 2000 കോടി തിരിച്ചു പിടിക്കാൻ ആനന്ദിന് ദിവസങ്ങൾ മതി. ആ ആത്മവിശ്വാസം അവനിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ആ കല്യാണം മുടങ്ങിയത് നമ്മുടെ മോനെ മാനസികമായി തളർത്തിയിട്ടുണ്ടാവുന്ന. അത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് താലി കെട്ടാനിരുന്ന നമ്മുടെ കുഞ്ഞ് തല കുനിച്ച് ഇറങ്ങി പോരേണ്ടി വന്നില്ലേ? അത് മനസ്സിൽ നിന്ന് പെട്ടെന്നങ്ങ് പോവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഒരു കാരണമാകാം. എന്നാൽ മറിച്ചും നമുക്ക് ഈ തീരുമാനത്തെ കാണാം എന്നാണ് എന്റെ പക്ഷം. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതെ, കല്യാണം കഴിഞ്ഞിട്ടും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്ത അനുജനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു ജ്യേഷ്ഠന്റെ മനസ്സാണ് ഇപ്പോൾ ആനന്ദിനെങ്കിലോ. അനിയൻ അരവിന്ദ് കൃഷ്ണന് കൊടുക്കുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ്. കൃഷ്ണേട്ടാ, യെസ്, അങ്ങനെ കരുതുന്നതാണ് ഉചിതം. തൽക്കാലം അങ്ങനെ വിചാരിച്ചാൽ മതി. യു ജസ്റ്റ് റിലാക്സ്. എല്ലാം സംഭവിക്കുന്നത് നല്ലതിനാണെന്ന് കരുതിയാൽ മതി. ഓൾ ഇസ് വെൽ. നീ സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പോയിട്ട് വരാം. അച്ഛാ, എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. അനന്ത്, നീ പറഞ്ഞു. പക്ഷേ അധികം സമയം എടുക്കരുത്. ഇന്ന് മാർക്കറ്റിംഗ് ആരുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നിനക്ക് വേണമെങ്കിൽ കൂടെ വരാം. യാത്രക്കിടയിൽ സംസാരിക്കുകയും ചെയ്യാമല്ലോ. ഇത് അതുപോലെ വാ. പോരാ, ദൈവം ഇത് അച്ഛനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കച്ച. അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബ്രോ പറയുന്നത് അമ്മയ്ക്ക് വേദവാക്യം. അതാ ഞാൻ അച്ഛനെ വെയിറ്റ് ചെയ്തെന്ന്. നീ കാര്യം എന്താണെന്ന് പറയാറോ? എന്ത് വെറുതെ സമയം കളയാതെ. അത് എനിക്കൊരിക്കലും കമ്പനിയുടെ MD ആവാൻ പറ്റില്ല അച്ഛാ. ഞാനത് ഉറച്ചു തീരുമാനിച്ചിട്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. എന്താണ് ഉറച്ചു തീരുമാനിക്കാനുള്ള കാരണം? എന്തിനും ഒരു കാരണം ഉണ്ടാവുമല്ലോ. എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നീ ഒന്ന് പറഞ്ഞേ, കേക്കട്ടെ. അച്ഛനറിയാലോ, കോടികളുടെ കൈമറിയിൽ നടക്കുന്ന ബിസിനസ്സാണ് നമ്മുടേത്. മിനിറ്റുകൾ കൊണ്ട് തീരുമാനം എടുക്കേണ്ട ഒരു സ്ഥലം. അവിടെ MDയുടെ ചെയറിൽ ഒന്നും അറിയാതെ മെഴുങ്ങസിയാന്നിരുന്നു കഴിഞ്ഞാലേ ആൾക്കാർ എന്നെ ഒരു ബഫൂണായിട്ടേ കണക്കാക്കൂ. എനിക്ക് പറ്റില്ല അച്ഛാ. ദിസ് ഈസ് ടു മച്ച് ഫോർ മീ.
ആരും ആദ്യം ഒന്നും പഠിച്ചിട്ടല്ല ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആനന്ദ് നിന്റെ കൂടപ്പറപ്പാണ്, നിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവൻ. അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതൊന്നും കാണാതെ ആയിരിക്കില്ല എന്ന് നീ മനസ്സിലാക്കണം. എന്ത് കാണാൻ? ഇത് ബ്രോഡ് ഒരു നമ്പറാണെന്ന് എനിക്ക് തോന്നുന്നു, എന്നെ ഉത്തരവാദിത്തം പഠിപ്പിക്കാൻ. ആ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇപ്പം നീ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. പഴയ അരവിന്ദല്ല ഇപ്പോഴത്തെ അരവിന്ദ്. യു ആർ നോട്ട് എ കിഡ് എനിമോർ. നീ ഇന്നൊരു ഭർത്താവാണ്, നാളെ ഒരു അച്ഛനാകും, ഒരു ഗൃഹനാഥൻ. നിന്റെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ അധ്വാനത്തിന്റെ പങ്ക് കഴിക്കുമ്പോൾ വേണം രുചി തോന്നാൻ. അതാണ് ഏതൊരു പെണ്ണിനും എന്നും അന്തസ്സ് നൽകുന്നത്. സ്വന്തമായിട്ട് അധ്വാനിച്ചു കൊണ്ടുവരുന്ന ആണിനെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ പല കാര്യങ്ങൾക്കും നന്ദനയുടെ പ്രസൻസ് ഇല്ലായിരുന്നു. എന്തുകൊണ്ട്? ഷീ ഈസ് വർക്കിംഗ്. ഒരു കമ്പനിയുടെ MD ആയി വർഷാവർഷം ലാഭനഷ്ട കണക്കുകൾ നോക്കുന്ന ഒന്നാന്തര ഒരു ബിസിനസ്സുകാരിയാണ് അവൾ. നീയോ ജസ്റ്റ് വീട്ടിലിരുന്ന് ഉണ്ണയും ഉറങ്ങുകയും ചെയ്യുന്ന വെറും ഒരു ഭർത്താവ്. അങ്ങനെയല്ലേ? അച്ഛാ, സി അരവിന്ദ്, അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, നീ ആനന്ദിന്റെ കൂടപ്പുറപ്പാണ്. ഒരേ വയറ്റിൽ ജനിച്ചവർ, ഒരേ താരാട്ട് കേട്ട് ഉറങ്ങിയവർ, ഒരേ വിദ്യാഭ്യാസം കഴിഞ്ഞവർ. അങ്ങനെയുള്ളപ്പോൾ ആനന്ദ് നിന്റെ നല്ലതേ ചിന്തിക്കൂ. ഇപ്പോഴത്തെ ഡിസിഷൻ നിന്റെ നല്ലതിന് വേണ്ടി മാത്രമാണ്. ഇനിയും കരയിൽ നിന്ന് തിരമാലകളോട് കളിക്കുന്ന ഒരു കൊച്ചുകുട്ടിയല്ല നീ. ബിസിനസ് എന്ന മഹാസമുദ്രത്തിലിറങ്ങി മുത്തും പവിഴവും കൊയ്യുന്ന കപ്പിത്താനാകണം. എ ട്രൂ വിന്നർ ഓഫ് ലൈഫ്. ഫേസ് ദ ചലഞ്ച്, നോട്ട് ആസ് എ ബോയ് ബട്ട് ആസ് എ മാൻ. ഓക്കെ? ഓൾ ദി ബെസ്റ്റ്. ആനന്ദ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രണയം തുറന്നു പറയുന്നത് അത്ര വലിയ പാപമൊന്നുമല്ല. ഈ ലോകത്ത് തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ മാത്രം എന്താ ഒന്നും മനസ്സിലാവാത്തത്? എടാ, അത് പിന്നെ ഞാൻ ഒരു പിന്നെയില്ല. ഈ ചരിത്രം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ യുദ്ധം ചെയ്തവരുടെ മാത്രം കഥയൊന്നുമല്ല, പ്രണയിക്കുന്നവരുടെ കൂടെ കഥയാണെന്ന് നീ മനസ്സിലാക്കിയ കൊള്ളാം. നിനക്ക് നിന്റെ മനസ്സിലുള്ള ഇഷ്ടം ഇന്ന് അമ്മയോട് തുറന്നു പറയായിരുന്നു. നീ ഇങ്ങനെ ഉപേക്ഷ കാണിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. സോറിയുടെ ശബരി, ഇന്ന് അമ്പലത്തിൽ വെച്ച് തന്നെ അമ്മയോട് പറയണമെന്ന് വിചാരിച്ചതാ. അവിടെ നടന്നൊക്കെ നീയും കണ്ടതല്ലേ. വീട്ടിൽ വന്നിട്ടും അമ്മ നടന്ന കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ആ അവസ്ഥയിൽ കല്യാണി എനിക്ക് ഇഷ്ടമാണെന്ന് അമ്മയോട് പറയാനുള്ള ധൈര്യം എനിക്ക് വന്നില്ല. മാത്രമല്ല, ഒരു പക്ഷെ അമ്മ അത് ഉൾക്കൊണ്ടില്ലെങ്കിൽ പിന്നെ കല്യാണി ഈ നാട്ടിലേ ഉണ്ടായില്ലെന്ന് വരും. ഞാനായിട്ട് ഇനിയും കല്യാണിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കണോ? നീ തന്നെ പറ. ശരി, കല്യാണിയെ പ്രണയിക്കുന്ന കാര്യം പറയാതിരുന്നത് പോട്ടെ. കമ്പനിയുടെ MD പോസ്റ്റ് നീ എന്തിനാ ഒഴിഞ്ഞു കൊടുത്തത്? എന്ത് കാര്യത്തിന്? കാര്യമുണ്ട്. ഇത്രയും നാളും എന്റെ മനസ്സിൽ ബിസിനസ് ചിന്തകൾ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പൊ ആ സ്ഥാനത്ത് കല്യാണിയുടെ ചിത്രമാണ് തെളിയുന്നത്. കല്യാണി എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭയം എപ്പോഴും. അങ്ങനെ വരുമ്പോ കമ്പനി എനിക്ക് എങ്ങനെ നന്നായി ശ്രദ്ധിക്കാൻ പറ്റും? അതുകൊണ്ടാ MD പോസ്റ്റിൽ നിന്ന് ലീവ് എടുത്തത്. ശരി, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കമ്പനിയെ പറ്റി ഇത്രയും ചിന്തിക്കുന്ന നീ എന്തർത്ഥത്തിലാ കമ്പനി കാര്യങ്ങൾ ഒന്നും അറിയാത്ത, യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാത്ത അരവിന്ദനെ പിടിച്ച് MD ആക്കിയത്? നീ ഈ കാണിച്ചത് ഭയങ്കരമായ ഒരു അബദ്ധമല്ലേ? ഏയ്, യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാത്തവനെന്ന് നീ ഇപ്പൊ പറഞ്ഞില്ലേ. ആ പേര് അവനിൽ നിന്ന് മാറ്റിയെടുത്ത് ഉത്തരവാദിത്ത ബോധമുള്ള പ്രാപ്തിയുള്ളൊരു ബിസിനസ്സുകാരനായി അവൻ മാറണം. എനിക്ക് ശേഷം ഈ തൃച്ചംബര സാമ്രാജ്യം അവന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. ഞാനില്ലെന്നൊരു തോന്നല് പോലും അമ്മയ്ക്കുണ്ടാവാത്ത രീതിയിൽ അവൻ മാറി വരണം. അതാ എന്റെ ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അമ്മയോട് എന്റെ പ്രണയം പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ അസാന്നിധ്യത്തിലും തൃച്ചംബരത്ത് ഒരു കുഴപ്പവും വരരുത്. അതിന് ഞാൻ അവൻ ഈ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചത് തന്നെ. അച്ചു, നീ ഒരുപാട് ഓവറായിട്ടാ ഇപ്പൊ ചിന്തിക്കുന്നത്. ഏതായാലും നിന്റെ ഈ നല്ല മനസ്സിന് തീർച്ചയായും നല്ലതേ സംഭവിക്കൂ. ഞാൻ പോവാ.
നീ ഇപ്പൊ ആലോചിക്കേണ്ടത് കല്യാണിയുമായിട്ടുള്ള നിന്റെ ബന്ധം എങ്ങനെ അമ്മയോട് പറയാന്നാ. പെട്ടെന്നൊരു ഐഡിയ ആലോചിച്ച് നോക്കി. നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.